Hello, welcome to Height of Education. This is Anaka. I'm dealing with +2 NOS physics classes. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള മോഷൻ ഫോഴ്സ് എനർജിയിലെ നമുക്ക് രണ്ട് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ലോസ് ഓഫ് മോഷൻ? ആ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ചാപ്റ്റർ ഈസ് ഓൾ അബൌട്ട് മോഷൻ ആൻഡ് സം റിലേറ്റബിൾ ലോസ് ഓഫ് മോഷൻ. ഓക്കെ അല്ലെ? അപ്പോ ലോസ് ഓഫ് മോഷൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് എന്താണ് ലോസ് ഓഫ് മോഷൻ? അത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? എന്തൊക്കെയാണ് അതിന്റെ അത് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങള്? ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ചാപ്റ്ററിലേക്ക് കടക്കണേ മുന്നേ എന്താണ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോ ഒരു ഒരു കസേര റെസ്റ്റിലിരിക്കുകയാണ്. ആ കസേരക്ക് തനിയെ എന്തായാലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാണ് മൂവ് ചെയ്യുക? നമ്മൾ ആരെങ്കിലും ഒന്നെങ്കിൽ അതിനെ പുഷ് ചെയ്യുകയോ പുൾ ചെയ്യുകയോ ചെയ്യണം. നമ്മൾ ആ ഒബ്ജക്റ്റിന് കൊടുക്കുന്ന പുഷ് ആൻഡ് പുൾ എന്ന് പറയില്ലേ? പുഷ് അല്ലെങ്കിൽ പുൾ. നമ്മൾ കൊടുക്കുന്ന പുഷോ അല്ലെങ്കിൽ പുള്ളിനെ പറയുന്ന പേരാണ് ഫോഴ്സ്. അല്ലെ? അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് മാറാന്നുള്ളതാണല്ലോ. അപ്പം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യെസ്, അവിടെ ഒരു ഫോഴ്സ് വേണം എന്നാണ് പറയുന്നത്, അല്ലെ? ഇനി ഇപ്പോ ഒരു പെണ്ണ് നമ്മൾ റോൾ ചെയ്യാം വിചാരിച്ച ഗ്രൗണ്ടിലൂടെ. അപ്പൊ അതിങ്ങനെ റോൾ ചെയ്തിട്ട് തനിയെ എന്ത് ചെയ്യും? നിൽക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ് തനിയോടെ നിൽക്കുന്നത്? അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. എന്തോ റീസൺ ഉണ്ട് അവിടെ അത് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളായിട്ട് പോയി നിർത്തുന്നതല്ല, തനിയെ നിൽക്കുന്നതാണ്. ഇപ്പൊ എന്തായിരിക്കും അതിന്റെ കാരണം? പിന്നെ പിന്നെന്താ നമുക്ക് എന്തുകൊണ്ട് നടക്കാൻ പറ്റുന്നേ? അല്ലെങ്കിൽ നമുക്കൊരു പെണ്ണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും? അപ്പൊ ഇത്തരം ഇതിനൊക്കെ റീസൺസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ എന്തുണ്ട്? നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. ലൈക് നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത്. സോ ലൈക് നമ്മുടെ ഒരു മസ്കുലർ ആക്ടിവിറ്റി അതിന് ഇൻവോൾവഡ് ആണ്. ബട്ട് ഞാൻ വേറെ കുറച്ച് എക്സാമ്പിൾ പറയാം. ലൈക് ഇപ്പം നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്? അതൊരു മോഷൻ തന്നെയാണ്. ബട്ട് അവിടെ നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റി അവിടെ ഇൻവോൾവഡ് അല്ലല്ലോ. നമ്മളല്ലല്ലോ പോയിട്ട് ഭൂമിയിൽ നടക്കുന്നത്. അതേപോലെ മഴത്തുള്ളി ഭൂമിയിലേക്ക് വരിക, അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നിന്ന് നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റി ഇൻവോൾവഡ് അല്ല. പക്ഷെ അതൊക്കെ മോഷൻ ആണേനും. അപ്പൊ അതിനെന്ത് മനസ്സിലാക്കാം? ദർ ആർ മെനി മോഷൻസ് ഫോർ വിച്ച് ദ റീസൺസ് ആർ നോട്ട് വിസിബിൾ. എന്തുകൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്? ആ ഒബ്ജക്ട്സ് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു എന്നതിന്റെ റീസൺ വിസിബിൾ അല്ലാത്ത മോഷൻസും ഉണ്ട്. അപ്പോ എന്നാലും അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. സോ ആ കാരണങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യെസ്, ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം. സോ ഫോഴ്സും മോഷനും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്, അല്ലെ? അത് ഇന്റർ കണക്റ്റഡ് ആണ്. അത് ന്യൂട്ടൺ, ആ ഒരു ഐസക് ന്യൂട്ടൺ എന്ന പറയുന്ന സയന്റിസ്റ്റ് ആ ഒരു ഫോഴ്സിന്റെയും മോഷന്റെയും തമ്മിലുള്ള കണക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് മോഷനെ റിലേറ്റ് ചെയ്തിട്ട് 3 ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ എന്താണ്? ലോസ് ഓഫ് മോഷൻ ആണ്. നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് ന്യൂട്ടൺ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ 3 ലോ ആണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ മോഷൻ ആൻഡ് തേർഡ് ലോ മോഷൻ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ലോസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ, നമുക്ക് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ഞാൻ ചോദിച്ചു പല ചോദ്യത്തിനും ഉത്തരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ ലോസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യത്തിന്റെയും റീസൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നമ്മൾ ലോസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. അതിന് മുന്നേ നമുക്ക് കോൺസെപ്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇനേഷ്യ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോഴ്സ് ഇപ്പൊ എന്താ? നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മളൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം. ലൈക്ക് ഒരു പുഷോ ഒരു പുള്ളോ കൊടുക്കണം. സോ ദാറ്റ് ആ ഒരു പുഷോ പുള്ളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ബട്ട് ദ സെക്കൻഡ് ടൈം ഇനേഷ്യ നമ്മൾ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാത്ത ഒരു വേർഡാണ്, അല്ലെ? ബട്ട് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഓരോ പല ഒബ്ജക്ട്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇനേഷ്യ എന്ന് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു നിർത്തിയിട്ട ബസ്സിൽ നമ്മൾ നിൽക്കാൻ വിചാരിക്കുക. അപ്പോ നമ്മൾ റെസ്റ്റിലാണല്ലോ. ഇപ്പൊ ബസ്സും റെസ്റ്റിലാണ്, നമ്മളും റെസ്റ്റിലാണ്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ആ ബസ് എടുക്കുകയാണ്. ലൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? റെസ്റ്റിൽ നിന്ന് ആ ബസ് എന്തിലേക്ക് പോയി? മോഷനിലേക്ക് പോയി.
അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നേരെ തിരിച്ചാണെങ്കിലോ, ലൈക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്, ഓൾറെഡി മോഷനിലുള്ള ഒരു ബസ്സിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ബസ് എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചവിട്ടിയിട്ട് മോഷനിൽ നിന്നും റെസ്റ്റിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ ഇതാ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? യെസ്, ബിക്കോസ് ഓഫ് ഇനീഷ്യ. ഇപ്പൊ എന്തായിരിക്കും ഇനീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഏതൊരു വസ്തു ആയിക്കോട്ടെ, ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിപ്പോ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെയും മോഷനിലുള്ളതാണെങ്കിൽ മോഷനിൽ തന്നെയും കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഞാനിപ്പോ റെസ്റ്റിലാണെങ്കിൽ ഞാൻ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ ഇപ്പോ ഓൾറെഡി മൂവിങ്ങിലാണെങ്കിൽ മോഷനിലാണെങ്കിൽ ഞാൻ ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എന്റെ ബോഡി ശ്രമിക്കുക. ഏതുവരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്റെ ബോഡിയിൽ വന്ന് അപ്ലൈ ചെയ്യുന്നത് വരെ. ഇപ്പൊ ആ ബസ്സിന്റെ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ ബസ് ഓൾറെഡി ഇപ്പൊ റെസ്റ്റിലുള്ള ഒരു ബസ് ആണ്, ഓൾറെഡി റെസ്റ്റിലാണ്. അപ്പൊ ആ ബോഡി എന്താണ്, അപ്പൊ അതിലുള്ള ഞാൻ അതിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ്, ഞാൻ റെസ്റ്റിൽ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് അതിലേക്ക് ഒരു ഫോഴ്സ് വരികയാണ്. ബസ് സ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് എന്താ, ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. സ്റ്റേറ്റ് മാറുകയാണ്, റെസ്റ്റിൽ നിന്നും മോഷനിലോട്ട് മാറുന്ന സമയത്ത് എന്റെ ബോഡി എന്താ ചെയ്യുക ചെയ്യുന്നത്, റെസ്റ്റിൽ തന്നെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു ടെൻഡൻസിയാണ് എന്റെ ബോഡിക്ക് വരിക. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ബസ് മുന്നോട്ട് എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ബാക്കോട്ട് പോകുന്നത്. നേരെ തിരിച്ച് പറയുന്ന സമയത്ത് ഓൾറെഡി മൂവിങ്ങിലുള്ള ഒരു ബസ്, ഞാൻ ഓൾറെഡി മോഷനിലാണ്, ആ സമയത്ത് പെട്ടെന്ന് ബ്രേക്സ് ഔട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബസ് റെസ്റ്റിലേക്ക് വരുമ്പോൾ എന്റെ ബോഡി എന്താ ശ്രമിക്കുക, മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുക. അതുകൊണ്ടാണ് ബസ് പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് റെസ്റ്റിലോട്ട് വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നത്, ഫ്രണ്ടിലോട്ട് വരുന്നത്. ബിക്കോസ് എന്റെ ബോഡി എന്തിനാണ് ശ്രമിക്കുന്നത്, ആ മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. സോ എവറി ഒബ്ജക്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്റ്റേറ്റിൽ തന്നെ, അത് റെസ്റ്റിലായിക്കോട്ടെ മോഷനിലായിക്കോട്ടെ, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു. അൺലെസ് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ഓൺ ഇറ്റ്. ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് അതിൽ അപ്ലൈ ആവുന്നത് വരെ, നോട്ട് എ പോയിന്റ്, ആ ഫോഴ്സ് വരുന്നത് വരെ ആ ഏത് സ്റ്റേറ്റിലാണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്ത് ചെയ്യും, എല്ലാ ഒബ്ജക്റ്റും ശ്രമിക്കും. ആ ഒബ്ജക്റ്റിന്റെ ആ ഒരു ടെൻഡൻസി, ആ ഒരു ശ്രമത്തെ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിനെ, ആ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്ന പേരാണ് എന്ത്, യെസ്, ഇനേഷ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനേഷ്യ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇനേഷ്യ എന്ന വേർഡ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും അല്ലെ? കേൾക്കുമ്പോ എന്താണ് ഇനേഷ്യ എന്ന് തോന്നുന്നെങ്കിലും ഇപ്പൊ എന്താ, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഇനേഷ്യ. സോ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജെക്ട് ബൈ വിച്ച് ഇറ്റ് റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഇസ് കോൾഡ് ഇനേഷ്യ. ക്ലിയർ അല്ലേ? വേറൊരു പോയിന്റ് കൂടി, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാല്, മാസ് ഓഫ് എ ബോഡി ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഇനേഷ്യ. ഒരു ബോഡിയുടെ മാസ് അതിന്റെ ഇനേഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാം. ഇപ്പോൾ ചോദിക്കുകയാണ്, വിച്ച് മെഷർ ഓഫ് ബോഡി ഈസ് ഡിപ്പെൻഡ് ഓൺ ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യെസ്, മാസ് എന്ന് പറയാം അല്ലെ? സോ അതാണ് സിംപ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഇനേഷ്യ. ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ നമുക്ക് എന്തെന്നും വിളിക്കാം, ലോ ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കാം. ഇപ്പൊ എക്സാമിന് നിങ്ങൾക്ക് സപ്പോസ് സ്റ്റേറ്റ് ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരരുത്. ലോ ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, മോഷനുള്ള ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിന് നമ്മൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ആ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ, അതിപ്പോ എന്താ പറയാ, ഇപ്പൊ സ്പീഡ് കൂടുക അല്ലെങ്കിൽ കുറയുക, വട്ടെവർ, അങ്ങനെ അതിന്റെ വെലോസിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒരു ഫുട്ബോൾ നമ്മൾ കിക്ക് ചെയ്ത് അതിങ്ങനെ പോയി അതെന്ത് ചെയ്തു, അതിങ്ങനെ സ്ലോ ആയി, അതിന്റെ വെലോസിറ്റി എന്താ ചെയ്യുന്നത്, കുറഞ്ഞു വരുന്നു അല്ലെ? അതേപോലെ വേറെന്താ, വെലോസിറ്റി കൂടുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബോഡി നമ്മൾ ഫ്രീ ഫോൾ ചെയ്യാണ്, തന്നെ വീഴുമ്പോൾ അതെന്താ, സ്പീഡ് കൂടി വരിക അല്ലെ? അത് ഗ്രൗണ്ടിലേക്ക് എത്തും തോറും അതിന്റെ സ്പീഡ് കൂടി വരികയാണ്. സോ വെലോസിറ്റി ചേഞ്ച് വരുന്നെങ്കിൽ, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നെങ്കിൽ അവിടെ എന്ത് വേണം എന്നാ പറയുന്നത്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. സോ ദാറ്റ്സ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ക്യാൻ ഓൺലി ബി ബ്രോട്ട്. വെലോസിറ്റി ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ, ഒരു വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആവണം ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ. ഓക്കെ, അപ്പോ
ഫസ്റ്റ് ലോ ഓഫ് മോഷനിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി നമ്മൾ ഫോഴ്സ് എന്താന്ന് പറഞ്ഞു. ആ ഫോഴ്സ് എങ്ങനെയൊക്കെയാണ് ഒരു ഒബ്ജക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ദേ മേ ചേഞ്ച് ദ ഷേപ്പ് ആൻഡ് ദ സൈസ് ഓഫ് എൻ ഒബ്ജക്റ്റ് എന്നാ പറയുന്നത്. വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ സൈസിനെയും ഷേപ്പിനെയും മാറ്റാൻ ആർക്ക് പറ്റും എന്നാ പറയുന്നത്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് പറ്റും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബലൂൺ എടുത്തു. ആ ബലൂൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് നമ്മൾ എയർ കൊടുക്കുക, അതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണല്ലോ. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ബലൂണിന്റെ ഷേപ്പും സൈസും മാറുന്നുണ്ടല്ലോ. അതേപോലെ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും അതിന്റെ സൈസിനെയും ഷേപ്പിനെയും മാറ്റാൻ ആർക്ക് പറ്റും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് പറ്റും. പിന്നെ പറയുന്നത് ഫോഴ്സസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് എന്നുള്ളതാണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനം ഒരു ഒബ്ജക്റ്റിനെ അത് റെസ്റ്റിലുള്ളതിനെ മോഷനിലേക്ക് ആക്കാനും മോഷനിലുള്ളതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും ലൈക്ക് ഒരു ഒബ്ജക്റ്റിലേക്ക് മോഷൻ എന്നുള്ളൊരു സ്റ്റേറ്റ് എത്തിക്കാൻ ആര് വേണം? ഫോഴ്സ് വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഫോഴ്സസ് ക്യാൻ റൊട്ടേറ്റ് എ ബോഡി അബൌട്ട് എൻ ആക്സിസ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ത്രെഡ് എടുത്തിട്ട് അതിന്റെ അറ്റത്ത് നമ്മളൊരു കല്ല് കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്നിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ. അതിനോട് നമ്മളവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിനെ ഒരു ആക്സിസിന് അലോങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ആക്സിസിലൂടെ തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്, അതിനെ കുറിച്ച് നമ്മൾ ഫർദർ ക്ലാസ്സസിൽ നമ്മൾ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഫോഴ്സസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ സൈസ്, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിന്റെ മോഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഒരു ആക്സിസ് എലോങ് ആയിട്ട് ആ ബോഡിനെ എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എഫക്ട്സ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ആൻ ബോഡി. ഓക്കെ, ഇനി ഫോഴ്സ് ആൻഡ് മോഷൻ റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോഴ്സ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സപ്പോസ് നമ്മൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ബോഡീസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടിയിട്ടാണ് ഒരു സിസ്റ്റം ഫോം ചെയ്യുക. അപ്പൊ നമുക്ക് ആ ടോട്ടൽ സിസ്റ്റത്തിന്റെ മൊത്തം സിസ്റ്റത്തിന്റെ നമുക്ക് ടോട്ടൽ ഫോഴ്സ് ദാറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ടോട്ടൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഒരു വെക്ടർ സം നമുക്ക് കിട്ടും. പിന്നെ പറയുന്നത് ഒരു ബോഡിയുടെ മോഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ബോഡിയുടെ വെലോസിറ്റിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ എ ബോഡി ഇൻ മോഷൻ ദ വെലോസിറ്റി വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഒരു ബോഡി മോഷനുള്ള ഒരു ബോഡിയെ സംബന്ധിച്ചിട്ട് അതിന്റെ വെലോസിറ്റി മാറും നമ്മൾ പറഞ്ഞല്ലോ. ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ വെലോസിറ്റിയിൽ മാറ്റം വരുന്നു നമ്മൾ പറഞ്ഞു. ആ വെലോസിറ്റി ചേഞ്ച് നടക്കുന്നത് ഏതിന്റെ ഡയറക്ഷൻ തന്നെയാണ്? നമ്മൾ ഈ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടേക്ക് എത്തി. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ വെച്ചിട്ടാണ് ഫസ്റ്റ് ലോ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ലോനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോ ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കുന്നുണ്ട്. നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം, എന്താണ് ഫസ്റ്റ് ലോ എന്നുള്ളത്. Okay, Newton's first law of motion, which states that a body continues to be in a state of rest or of uniform motion in a straight line unless it is acted upon by a net external force. നമ്മൾ നേരത്തെ ഇനീഷ്യയുടെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഒരു റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റിൽ തന്നെയും മോഷനുള്ള ബോഡി മോഷനിൽ തന്നെയും കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അന്ന് അതിൽ അപ്ലൈ ആവുന്നത് വരെ. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പ്രൊപ്പോസ്ഡ് ബൈ ന്യൂട്ടൺ, or otherwise called law of inertia. Okay. ഇനി ഒരു ടേം ആണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ അതോ റെസ്റ്റിലാണോ എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു റെഫറൻസ് ബോഡി വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കാർ ഓടിച്ച് പോവുകയാണ്. അപ്പൊ എന്റെ കൂടെ തന്നെ കാറിൽ വേറെ ഒരാൾ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ആളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തിലാ? റെസ്റ്റിലാണോ മോഷനിലാണോ? റെസ്റ്റിലാണ് വരിക. എന്നാൽ റോട്ടിൽ നിൽക്കുന്ന ഒരാളെ എന്നെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയാളെ സംബന്ധിച്ചിട്ട് ഞാൻ എന്താണ്?
മോഷനിലാണ് അല്ലെ. അപ്പൊ ഞാൻ എന്ന വ്യക്തി മോഷനിലാണോ അല്ലെങ്കിൽ റെസ്റ്റിലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരുടെ നമ്മൾ എടുക്കുന്ന റെഫറൻസ് ബോഡിയുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടായിരിക്കും. ഇപ്പൊ റോട്ടിൽ നിൽക്കുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ മോഷനിലാണ്, എന്നാൽ എന്റെ കൂടെ കാറിൽ ഇരിക്കുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ റെസ്റ്റിലാണ്. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ഒരു റെഫറൻസ് ബോഡിയിൽ അതാണ് ഇത് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. വിച്ച് ഒബേസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ക്ലിയർ ആണോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഇനേഷ്യ എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പോകേണ്ടത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേർഡ് നമ്മൾ ഇതേപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ദാറ്റ് ഈസ് മൊമെന്റ്. എന്താണ് മൊമെന്റ് എന്ന് നോക്കാം. അതിന് മുന്നേ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ക്രിക്കറ്റ് ബോളിന്റെ സൈസ് ഭയങ്കര ചെറുതാന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ അത് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല, ബുദ്ധിമുട്ടാണ്. കാരണം ഹൈ വെലോസിറ്റിയിൽ പോണ അതിപ്പോ എത്ര ചെറുതായിക്കോട്ടെ ഹൈ വെലോസിറ്റിയിൽ പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അതാണെങ്കിൽ ചെറിയ വെലോസിറ്റിയിലാണ് പോണത്, പക്ഷെ അതിനെയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല, ബിക്കോസ് അതിന്റെ സൈസ് ഭയങ്കര വലുതാണ്. അപ്പൊ എന്താണ് ഒരു ബോഡിയുടെ മോഷൻ അല്ലെങ്കിൽ മോഷൻ കൊണ്ടുവരുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഫോഴ്സ്. ആ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്? ഒരു ഒബ്ജക്റ്റിന്റെ മാസിനെയും ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ മാസും ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയും ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോ എങ്ങനെ നമുക്ക് പറയാം? ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് എം ഓഫ് എ ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി വി ഈസ് കോൾഡ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം ഡിനോട്ടഡ് ബൈ ലൈക്ക് സ്മോൾ ലെറ്റർ പി. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ മാസും ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് തമ്മിൽ അവ രണ്ട് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ഇറ്റ്സ് മൊമെന്റം. ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ പി. മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ഈക്വൽ ടു എം വി. പി ഈക്വൽ ടു എം വി ഭയങ്കര സിമ്പിൾ ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒബ്ജക്റ്റിന്റെ മാസും. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയും. ഓക്കെ, ഇനി മൊമെന്റത്തിന്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എന്ന് വെച്ചാൽ എന്താ? അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പൊ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ വരുന്നത് ഈ ഒരു വെലോസിറ്റി വെക്ടറിന്റെ അതേ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോ ഈ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡിലോ അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ ഡയറക്ഷനിലോ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ഓഫ്കോഴ്സ് എന്ത് സംഭവിക്കും? ആ ബോഡിയുടെ മൊമെന്റത്തിനും എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നുണ്ട്. ചേഞ്ച് ഇൻ മൊമെന്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒബ്ജക്റ്റിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ആ ഒബ്ജക്റ്റിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ ഒരു മൊമെന്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ന്യൂട്ടൺ എന്ത് ചെയ്തിട്ടുള്ളത്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? യെസ്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് നോക്കാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ ബോഡി ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മൊമെന്റത്തിന്റെ ഡയറക്ഷനിലോ മാഗ്നിറ്റ്യൂഡിലോ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ മൊമെന്റം, ആ ഒരു ബോഡിയുടെ മൊമെന്റം മാറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ചേഞ്ച് വരുന്നു പറഞ്ഞു. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അതേപോലെ ആ ഒരു ചേഞ്ച് ഇൻ മൊമെന്റം ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത്? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഈ ഒരു ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഡയറക്ഷനും വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ മൊമെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്തത് സ്മോൾ ലെറ്റർ പി വെച്ചിട്ടാണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ പി വെച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിലുള്ളത് ഡെൽറ്റ എന്നാണ് പറയാ. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. പിന്നെ നമ്മൾ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്. പിന്നെ
നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൽറ്റ പി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ ഡെൽറ്റ ടി. സോ നമുക്ക് ഈ ഒരു സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. സോ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അപ്പൊ എന്ത് വരും? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം ആണെന്നും പി ഈക്വൽ ടു എം വി ആണെന്നും അറിയാം. എം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഒരിക്കലും മാറുന്നില്ലല്ലോ. സോ എം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇക്വേഷൻ എന്തായി മാറും? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. കാരണം വെലോസിറ്റി മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്, ഒരു വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിയിൽ വരുന്ന മാറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ യെസ്, ആക്സിലറേഷൻ. നമ്മൾ പഠിച്ചുള്ള ഒരു സാധനമാണ്. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി പറഞ്ഞാൽ എന്താ വരിക? ആക്സിലറേഷൻ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? യെസ്, ആക്സിലറേഷൻ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എഫ് ഈക്വൽ ടു കെ എം എ. ഇനി നമ്മൾ യൂണിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ കെ നമ്മൾ കെക്ക് 1 വാല്യൂ വരും, എമ്മിന് 1 വാല്യൂ, എഫിന് 1 വാല്യൂ, എക്ക് 1 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനലി ഇക്വേഷൻ എന്തായിട്ട് മാറും? യെസ്, എഫ് ഈക്വൽ ടു എം എ ആയിട്ട് മാറും. എഫ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ ഏത് ലോ പ്രകാരം ഉണ്ടായതാണ്? യെസ്, സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രൊപ്പോസ്ഡ് ബൈ ന്യൂട്ടൺ. അപ്പോൾ ഈ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സിന് ഒരു ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു എം എ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? എം എ ആവുമ്പോൾ, എം എന്ന് പറഞ്ഞാൽ മാസ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരിക. അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് വിളിക്കാം? 1 ന്യൂട്ടൺ അല്ലെങ്കിൽ ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? യെസ്, ന്യൂട്ടൺ. അത് നമുക്ക് മറന്നു പോകില്ല, കാരണം നമ്മൾ ഇത് പ്രൊപ്പോസ് ചെയ്ത തന്നെയാണ്. യെസ്, ന്യൂട്ടൺ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഫോഴ്സിന്റെ ഈ ഇക്വേഷൻ കൊണ്ടുവന്നത് ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സിന്റെ യൂണിറ്റിനെ പറയുന്ന പേര് എന്ത് തന്നെയാണ്? ന്യൂട്ടൺ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് മറന്നു പോകില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനേഷ്യ എന്ന ടേമാണ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയും. സെക്കൻഡ് ലോയിൽ നമ്മൾ കൊണ്ടുവന്ന ടേം എന്ന് പറയുന്നത് എന്താ? മൊമെന്റ്സ് ആണ്. മൊമെന്റം വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്തത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? എഫ് ഈക്വൽ ടു എം എ. നമ്മൾ ഫോഴ്സിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലെ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ തേർഡ് ലോക്ക് കടക്കുകയാണ്. തേർഡ് ലോക്ക് കടക്കണേക്ക് മുന്നേ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ എർത്ത് ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് എർത്തിലുള്ള എല്ലാ ബോഡീസിനും എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഗ്രാവിറ്റേഷൻ പുൾ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, എർത്ത് നമ്മളെ പുൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ച് എർത്തിനെ പുൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോ ഒരു കസേര പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ. അപ്പൊ കസേര ഞാൻ പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കസേര മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കസേര തിരിച്ച് എന്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ടോ? ഫോഴ്സ് ഇതേപോലെ എക്സേർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ കസേര അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കസേര ഇങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എന്റെ മേലിൽ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഞാൻ മൂവ് ചെയ്യണ്ടേ? അപ്പോ എന്തായിരിക്കും? എന്താണ് അപ്പൊ അതിന്റെ ഒരു ഇത്? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ കൊണ്ടുവരുന്നത്. അപ്പോ അതിനൊരു കൺക്ലൂഷൻ നിലയിൽ, ഈ ഒരു ക്വസ്റ്റിന്റെ ഒരു കൺക്ലൂഷൻ നിലയിൽ നമുക്ക് പറയാൻ പറ്റും, എവറി ബോഡി ലൈക്ക് രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ മ്യൂച്വലി ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഐ മീൻ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന രീതിയിൽ പറയാം. കാരണം അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റാൾ തിരിച്ച് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ട് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഫോഴ്സിനെ നമ്മൾ ആക്ഷൻ എന്ന് വിളിക്കുന്നു, മറ്റേ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? യെസ്, റിയാക്ഷൻ എന്ന് പറയാം. കാരണം ഞാനിപ്പം കസേര പുഷ് ചെയ്യാണ്. ഞാൻ കസേരയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുക, ദാറ്റ്സ് ആക്ഷൻ. ദാറ്റ്സ് ഫോഴ്സ് ഈസ് കോൾഡ് ആക്ഷൻ. ഞാനൊരു ആക്ഷൻ ചെയ്യാനേ. അപ്പോ തിരിച്ച് ആ കസേര എന്നിലേക്ക് തിരിച്ചൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് കോൾഡ് റിയാക്ഷൻ. ആ സെക്കൻഡ് ഫോഴ്സ് ആണ് എന്ത് വരുന്നത്? റിയാക്ഷൻ. അപ്പോ ആക്ഷനും റിയാക്ഷനും. അപ്പോ ഇത് രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ്, ഒരേ അളവിലായിരിക്കും ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക. പക്ഷെ ഇവരെന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കാരണം ഞാന് ഇപ്പൊ ഒരു ചെയർ ഞാൻ ഇങ്ങോട്ട് പുൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സോറി, ഇപ്പൊ ഇങ്ങോട്ട് പുൾ ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കസേര അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ മേലിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിന്നാണ് തേർഡ് ലോ ഓഫ് മോഷൻ വരുന്നത്. ദാറ്റ് ഈസ് Newton formulated that third law of motion, like to every action there is an equivalent
ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, സോ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതും ഈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ട്, അവർ മ്യൂച്വലി ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ഫോഴ്സ് വരുന്നുണ്ട്, ആ ഫോഴ്സ് ആക്ഷനും റിയാക്ഷനും അല്ലെ. അത് രണ്ടും എന്താണ്, മാഗ്നിറ്റ്യൂഡ് വൈസ് അത് ഈക്വൽ ആണ്. പക്ഷെ എന്താ, ഡയറക്ഷൻ വൈസ് നോക്കുമ്പോൾ എന്താ സംഭവം, ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കുക, ഒരു ടേബിളുമേ ഒരു ഒരു ബോക്സോ ബുക്കോ വാട്ട് എന്തുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂച്വലി ഇന്ററാക്ട് ചെയ്യാണ്. അപ്പൊ അവർ തമ്മിൽ എന്തുണ്ട്, മ്യൂച്വലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ബുക്ക് ടേബിളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണ് F1 എന്ന് പറയുന്നത്. അത് ഏത് ഡയറക്ഷനാണ് വരുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇനി ആ ടേബിൾ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ബുക്കിന്റെ മേലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് ആ ഫോഴ്സ് ആണ് F2 എന്ന് പറയുന്നത്. അത് ഏത് ഡയറക്ഷനിലാണ്, പക്ഷെ അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ F1ഉം F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, F1 ഇവിടുത്തെ ആക്ഷനും F2 ഇവിടുത്തെ റിയാക്ഷനും ആണ്. സോ രണ്ട് ഫോഴ്സ് തന്നെയാണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, F1 ഈക്വൽ ടു F2 എന്ന് പറയാം. പക്ഷെ എന്തല്ല, ഇവര് ഒരു ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, അല്ല, ഡിഫറെന്റ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ്, ഐ മീൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ ഇപ്പൊ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സ് നമ്മൾ ശരിക്കും ക്യാൻസൽ ചെയ്ത് പോകേണ്ടതാണല്ലോ. പക്ഷെ അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ, ഇല്ല. കാരണം എന്താ, ഇത് രണ്ടും ആക്ട് ചെയ്യണത് ഒരേ ബോഡിയിലല്ല, ഡിഫറെന്റ് ബോഡിയിലാണല്ലോ ആക്ട് ചെയ്യുന്നത്. ഈ F1 ആക്ട് ചെയ്യുന്നത് ടേബിളിന്റെ മേലെയും F2 ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, ബുക്കിന്റെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോ ഈ ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, F12 ഈക്വൽ ടു മൈനസ് F21 എന്ന് വെച്ചാൽ F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ രണ്ടാമത്തെ ബോഡി കാരണം F1 ഉണ്ടാകുന്ന ഫോഴ്സ്, അത് എന്തിന് ഈക്വൽ ആണ്, F21 എന്ന് പറയുമ്പോൾ എന്താ, ഒന്നാമത്തെ ബോഡി കാരണം രണ്ടാമത്തെ ബോഡിക്ക് ഉണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, അതാണ് F12 ഈക്വൽ ടു F21 എഴുതിയിട്ടുള്ളത്. പക്ഷെ ദർ ഇസ് എ മൈനസ് സൈൻ. ഈ മൈനസ് സൈൻ എന്താ ഉദ്ദേശിക്കുന്നത്, യെസ്, അവരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത് കാണിക്കാനാണ് അവിടെ ഒരു മൈനസ് സൈന് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് F12 ഈക്വൽ ടു മൈനസ് F21, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. വളരെ സിമ്പിൾ ആണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പൊ അതിന് കൂടുതൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മള് വഞ്ചി തുഴഞ്ഞു പോകുമ്പോൾ വഞ്ചി എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ തുഴയണത് എങ്ങോട്ട്, നമ്മൾ ഫോഴ്സ് കൊടുക്കണത് എങ്ങോട്ടാ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. അപ്പൊ അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ന്യൂട്ടന്റെ തേർഡ് ലോക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്തൊരു ടേം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതാം, ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ടി, എഫ് ഡോട്ട് ഡെൽറ്റ ടി എന്ന് പറയാം. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ടൈം ഡ്യൂറേഷൻ, നമ്മൾ എത്ര ഡ്യൂറേഷനിലാണോ നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത്, അതാണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അപ്പം ഒരു ബോഡിയുടെ ഇനീഷ്യലും ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവും ഫൈനൽ വെലോസിറ്റി വിയു ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, ഇമ്പൾസ് ഈക്വൽ ടു, നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം എന്താ, എഫ് എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് അല്ലേ, ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണല്ലോ. അപ്പൊ നമ്മൾ ആ ഫോമിലേക്ക് എഴുതി ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. മൊമെന്റ് എന്താണ്, പി ഈക്വൽ ടു എം വി ആണ് അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് വെലോസിറ്റി വരുന്നുണ്ട്, യുവും വിയും. അപ്പൊ നമുക്ക് ഡെൽറ്റ പി നമുക്ക് എങ്ങനെ എഴുതാം, എം വി മൈനസ് എം യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്താ, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ആരാളുള്ളത്, എം വി മൈനസ് എം യു ആണുള്ളത്. ഈ എം വി എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെന്റ് ആണ് അല്ലെ. അപ്പോ ഫൈനൽ മൊമെന്റും വന്നു, അതേപോലെ എം യു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ മൊമെന്റും വന്നു. സോ പി എഫ് മൈനസ് പി ഐ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം, ദാറ്റ് ഈസ് ഡെൽറ്റ പി. നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, യെസ്, ദാറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം എന്ന് നമുക്ക് മനസ്സിലായി. ഈ ഇമ്പൾസ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് വരുന്നത് എന്താ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്.
കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡും എന്നും പറയാം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ എന്ത് പറയാം, ന്യൂട്ടൺ സെക്കൻഡ് എന്നും പറയാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ന്യൂട്ടന്റെ 3 ലോ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഓഫ് മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ പുതുതായിട്ട് കുറെ ടേമുകൾ പഠിച്ചു. ഇനേഷ്യ, മൊമെന്റം, പിന്നെ നമ്മൾ ഇമ്പൾസ് എന്നുള്ള ടേം പഠിച്ചു. ഇനി നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത മൊമെന്റം നമ്മൾ എന്താന്ന് പറഞ്ഞു, ഒരു ബോഡിയുടെ മാസും അതിന്റെ വെലോസിറ്റിയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന വാല്യൂ, അതാണ് മൊമെന്റം എന്ന് പറഞ്ഞത്. ഈ മൊമെന്റം കൺസേർവ്ഡ് ആണെന്നാണ് ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. അപ്പൊ എന്താ നോക്കാം. In an isolated system, the vector sum of the momenta of bodies remains constant. This is called the law of conservation of momentum. അപ്പൊ എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ബോഡീസ് ഉണ്ടായിരിക്കും. ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂച്വലി ഇന്ററാക്ട് ചെയ്യുമല്ലോ. ഒരു സിസ്റ്റത്തിലാവുമ്പോൾ ഒരുപാട് ഇൻഡിവിജ്വൽ ബോഡി ഉണ്ടാകുമ്പോൾ അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും പുറത്തുള്ള ബോഡീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അതിൽ ആ സിസ്റ്റത്തിനുള്ളിൽ ആൾക്കാരുടെ മാത്രമാണ് അവര് എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നത്. മറിച്ച് സിസ്റ്റത്തിന് പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ സിസ്റ്റം നമുക്ക് എന്ത് പറയാം, ക്ലോസ്ഡ് സിസ്റ്റമോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. സോ അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ഉള്ളിലെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇപ്പൊ ഒരു സിസ്റ്റത്തിനുള്ളിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ബോഡീസ് ഉണ്ട്. അപ്പൊ ഓരോ ബോഡീസിനും ഇൻഡിവിജ്വൽ ആയിട്ട് എന്തുണ്ട്, ഇൻഡിവിജ്വൽ മൊമെന്റ് ഉണ്ടല്ലോ. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാം. ഇപ്പം ഒരു സിസ്റ്റത്തിനുള്ളിൽ ഒരു 5 ബോഡി ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു, അതിലൊരു 5 ബോഡി ഉണ്ടെന്ന് വെക്കാം. ആ 5 ബോഡിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് എന്തുണ്ട്, മൊമെന്റ് ഉണ്ടായിരിക്കും. അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പൊ പരസ്പരം എന്ത് ചെയ്യുന്നു, മൊമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതൊക്കെ ഫൈൻ, അതൊക്കെ നടക്കാം. പക്ഷേ ആസ് പെർ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താ പറയുന്നത്, ആ ടോട്ടൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റ് ഉണ്ടല്ലോ, ലൈക്ക് ആ 5 ബോഡിയുടെയും കൂടിയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇത് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് കൺസേർവ്ഡ് ആയിരിക്കും, അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. ഇത് ഏതിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആവുന്നത്, ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണ്. കാരണം ഔട്ട്സൈഡ് സിസ്റ്റമായിട്ട് അവർ ആ ബോഡീസ് എന്ത് ചെയ്യുന്നില്ല, ഇന്ററാക്ട് ചെയ്യുന്നില്ല. അവർ അതിന്റെ ഉള്ളിൽ, ആ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാർ മാത്രമാണ് ഇന്ററാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുന്ന ന്യൂട്ടൺസ് ലോ ഉണ്ട്. നമ്മൾ സെക്കൻഡ് ലോ, തേർഡ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺസർവേഷൻ മൊമെന്റ് ഒന്ന് എഗ്രി ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ആദ്യം വരുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എഫ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നല്ലേ. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടും. അപ്പൊ സപ്പോസ് ഇപ്പൊ ആ ഒരു ബോഡിയിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഈ എഫ് 0 ആയിട്ട് പോകുമല്ലോ. അപ്പൊ ഡെൽറ്റ പി ഈക്വൽ ടു എന്താവും, 0. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. അപ്പൊ ഡെൽറ്റ പി 0 പറഞ്ഞാല് മൊമെന്റത്തിന് ചേഞ്ച് സംഭവിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇപ്പോ എന്താണ് അർത്ഥം, യെസ്, ദാറ്റ് മീൻസ് മൊമെന്റ് അവിടെ കൺസേർവ്ഡ് ആണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മൊമെന്റത്തിന് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് സംഭവിക്കുന്നില്ല, കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതാണ് പറയുന്നത്. സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു, അതിൽ 2 ബോഡി എടുത്തുട്ടാ, എയും ബിയും എടുത്തു കഴിഞ്ഞാൽ ആസ് പെർ ദ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ത് വരും, എഫ് എ ബി ഈക്വൽ ടു മൈനസ് എഫ് ബി എ വരുമല്ലോ. ഈക്വൽ ആക്ഷനും റിയാക്ഷനും, അത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ ഫോഴ്സ് വരിക. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി ആണല്ലോ. അപ്പൊ നമ്മളത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് എ ബി എന്നുള്ളത് എന്താവും, ഡെൽറ്റ പി എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ബി ബൈ ഡെൽറ്റ ടി ആയിട്ട് മാറും. ഇതില് നമ്മൾ സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ പി എ പ്ലസ് ഡെൽറ്റ പി ബി ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് ഡെൽറ്റ പി ഈക്വൽ ടു ഡെൽറ്റ പി ടോട്ടൽ ഈക്വൽ ടു 0. ആ ടോട്ടൽ സിസ്റ്റത്തിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്, എന്താണ്, 0 ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം 0 ആയി കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, അവിടെ മൊമെന്റത്തിന് ചേഞ്ച് സംഭവിക്കുന്നില്ല, മൊമെന്റ് അവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അവിടെയും നമ്മുടെ ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, യെസ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്കെ, പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് എ ഫ്യൂ ഇല്ലുസ്ട്രേഷൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ്സ് ആണ്. അപ്പൊ ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒബേ ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് പറയുന്നത് റീകോയിൽ ഓഫ് എ ഗൺ ആണ്. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൺ നമ്മൾ അതിനൊരു ഗണ്ണിന് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഈ ഗൺ എന്ത് ചെയ്യും, ബാക്കിലോട്ട് റീകോയിൽ ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാ, യെസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം അവിടെ സംഭവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലോ വെച്ചിട്ട് നമുക്ക് ആ ഗണ്ണ് റീകോയിൽ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ, ദാറ്റ് ഈസ് v2 ഈക്വൽ ടു മൈനസ് എം ബൈ ക്യാപിറ്റൽ
എം വി വൺ ആണ്. ഈ മൈനസ് എമ്മും ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുന്ന ബുള്ളറ്റിന്റെ മാസും, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഗണ്ണിന്റെ മാസമാണ് വരുന്നത്. ആൻഡ് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയർ ചെയ്ത് പോകുന്ന ബുള്ളറ്റിന്റെ വെലോസിറ്റി. വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഗണ്ണ് റീകോൾ ചെയ്യണ വെലോസിറ്റി. അപ്പൊ നമുക്ക് ആസ് പെർ ദ കൺസർവേഷൻ ഓഫ് മൊമെന്റം നമുക്ക് എന്ത് ചെയ്യാം, വി ടു നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അടുത്ത എക്സാമ്പിൾ ആണ് കൊളീഷൻ. നമ്മൾ പറഞ്ഞത് തന്നെ, കൊളീഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി അവർ ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോ ഒരു സിസ്റ്റത്തിലെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ബോഡീസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവരുടെ ഇൻഡിവിജ്വൽ മൊമെന്റത്തിൽ മാറ്റം വരും, പക്ഷെ ടോട്ടൽ മൊമെന്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല, അത് കൺസേർവ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി എക്സ്പ്ലോഷൻ ഓഫ് എ ബോംബ് ആണ് വരുന്നത്. എന്ന് വെച്ചാല് ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ അത് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രാഗ്മെന്റ് ആയിട്ട് മാറുന്നുണ്ട്. നല്ല വലിയ എനർജിയുള്ള ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് അവർ എക്സ്പ്ലോഡ് ചെയ്ത് മാറുന്നത്. ഓക്കെ, അപ്പം ആ രണ്ട് പേർക്കും, ആ രണ്ട് ഫ്രാഗ്മെന്റ്സ്, ഒരു എയും ബിയും ആണ് രണ്ട് ഫ്രാഗ്മെന്റ് ആണ് ഉണ്ടായെന്ന് വിചാരിച്ചോ, അവർക്ക് സെയിം മാസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അവരുടെ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. കാരണം കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റത്തിൽ മാറ്റം ഉണ്ടോ, ഇല്ല, പി ഈക്വൽ ടു എം വി ആണ്. അവരുടെ സെയിം മാസ് ആണെങ്കിൽ അവർ സെയിം വെലോസിറ്റി തന്നെ എക്സ്പ്ലോഡ് ചെയ്യും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പ്രൊപ്പൽഷൻ ആണ്. റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും എന്ത് കൺസർവേഷൻ മൊമെന്റ് എക്സാമ്പിൾ ആണ്. ലൈക്ക് ഇപ്പൊ റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഈ റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ റോക്കറ്റിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ഷെല്ലുണ്ട്, ഒരു ഫ്യൂവൽ ടാങ്ക് ഉള്ള ഒരു ഷെല്ലുണ്ട്. അത് നമുക്കൊരു ബോഡിയായിട്ട് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ആ ഷെല്ലിൽ ഒരു നോസിൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെയാണ് ഹൈ പ്രഷർ ഗ്യാസസ് എന്ത് ചെയ്യുന്നത്, എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു നോസിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷെല്ലില്. ഓക്കെ, അപ്പൊ നമ്മൾ റോക്കറ്റ് ഫയർ ചെയ്യുന്ന ടൈമില് എന്തോ ഈ ഫ്യൂല് കമ്പഷൻ നടക്കും. അപ്പൊ ഒരു ഹൈ പ്രഷറിലുള്ള ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും, അത് ഈ നോസിലൂടെ എന്ത് ചെയ്യും, പുറത്തോട്ട് പോവും ചെയ്യും. ഓക്കെ, അപ്പോ അവിടെ എന്താ സംഭവിക്കണമെന്നാ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉണ്ടാവുന്ന മൊമെന്റ് എന്താണ്, കൺസേർവ്ഡ് ആണെന്നാ പറയുന്നത്. ഇപ്പൊ രണ്ട് ബോഡി, ഇപ്പൊ റോക്കറ്റിന്റെ ആയാലും ആ എസ്കേപ്പ് ആവുന്ന ആ ഒരു ഗ്യാസിന്റെ രണ്ടിന്റെയും മൊമെന്റം തമ്മിൽ എന്താണ്, കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ കൺസർവേഷൻ മൊമെന്റ് എന്ന് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റോക്കറ്റ് പോകുന്ന ആക്സിലറേഷന്റെ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് എ ഈക്വൽ ടു മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്, റോക്കറ്റ് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ദാറ്റ് ഈസ് വിച്ച് വാല്യൂ ഈക്വൽ ടു മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. ഈ സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എസ്കേപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഹൈ പ്രഷർ ടെമ്പറേച്ചർ എസ്കേപ്പ് ചെയ്യുന്നുണ്ട് ഗ്യാസ്, അതിന്റെ മാസ് ആണ്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ റോക്കറ്റിന്റെ മാസ് ആണ് കേട്ടോ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പോയിന്റ് തന്നെ ഒരേ സമയം ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവയെ പറയുന്ന പേരാണ് ഈ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് ആ നെറ്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൂന്ന് ഫോഴ്സ് ആണ് F1, F2, F3 എങ്കിൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൂന്ന് ഫോഴ്സ്, ഒരേ സമയം മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിലെ
ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫ്രിക്ഷൻ എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയാണ് നമ്മൾ സർഫസിലൂടെ നമുക്ക് നടക്കാൻ പറ്റുന്നത്. അതേപോലെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണ് നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തനിയെ പോയി നിൽക്കണം എന്നുള്ളത്. അപ്പൊ അവിടെ എന്തോ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷെ അതെന്തല്ല, എന്താ നമുക്ക് അറിയില്ല, വിസിബിൾ അല്ല. അപ്പൊ ആ ഫോഴ്സ് ആണ് എന്ത്, ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പൊ നമ്മൾ നടക്കുകയാണെങ്കിലും ഒരു പെണ്ണ് റോൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ സർഫസിലൂടെയാണല്ലോ നമ്മൾ നടക്കുന്നത്, അല്ലെങ്കിൽ ആ പെണ്ണ് റോൾ ചെയ്യുന്നത്. അപ്പൊ ഈ സർഫസിനോട് നമ്മളൊരു കോണ്ടാക്ട് ഉണ്ട് അല്ലെ. പെണ്ണാണെങ്കിലും നമ്മളാണെങ്കിലും എന്തുണ്ട്, ആ സർഫസ് ഒരു കോണ്ടാക്ട് ഉണ്ട്. സോ ആ സർഫസ് നമ്മൾ മുകളിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഫ്രിക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, force of friction is a contact force and always act along the surface in a direction opposite to that of the motion of the body എന്നാണ്. അപ്പോൾ ബോഡി നമ്മളൊരു ഒബ്ജക്റ്റിന്റെ മോഷന്റെ ഡയറക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ലൈക്ക് നമുക്ക് നടക്കാൻ പറ്റുന്നത്, നമുക്കൊരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ഇപ്പൊ പെണ്ണ് റോൾ ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാണ് പറ്റുന്നത്, ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ആക്ച്വലി എന്താ ചെയ്യുന്നത്, മോഷനെ ഓപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. മോഷനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നതും ഈ ഫ്രിക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രിക്ഷനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്. നമുക്ക് ചില സിറ്റുവേഷനിൽ ഗുണമാണെങ്കിൽ ചില സിറ്റുവേഷനിൽ നമുക്ക് എന്താണ്, ദോഷമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു നെസസറി ഈവിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രിക്ഷനെ നമുക്ക് അങ്ങനെ ജസ്റ്റ് പറയാം.